ഇപ്പം എന്നോട് പറഞ്ഞ് എന്നാ നീ ഡ്രസ്സ് തയ്ക്കുമെന്ന് പറഞ്ഞു. ഇപ്പം എന്നോട് ഞങ്ങൾക്ക് എന്തോ ഇങ്ങനെ കേൾക്കുമ്പോൾ ഞാൻ എന്തെല്ലോ ആയി. ഞങ്ങൾക്ക് ഓനോട് എന്തോ പറയാനും പറ്റുന്നില്ല, നാവും പൊന്തുന്നില്ല. ഞാൻ ഇങ്ങനെ നിന്നിടത്ത് തന്നെ ഇനി ഓനോട് ഡ്രസ്സ് തയ്പ്പിച്ച് എന്നെ കൊണ്ട് മാക്സിനെ പിടിച്ച് വലിച്ചിട്ട് എന്നോട് അയക്കുന്നത്. ഞാൻ പിടിച്ചിട്ട് അമ്മ ഇങ്ങനെ കൈ വെച്ച് ഞാൻ എന്നിട്ട് എൻ്റെ കൈനെ തട്ടി മാറ്റി ഇവരെന്നെ ഇതാക്കിയിട്ട് ഒരാളോട് പറഞ്ഞ് ഇത് പിടിക്ക് ലഹരി എന്നല്ലെങ്കിൽ നമുക്ക് അടുത്ത് പോകാൻ പറ്റില്ല. പിന്നെ ഒന്ന് അവന്റെ ചാച്ചി എന്നാണ് അവൻ പറഞ്ഞു. എൻ്റെ പേര് ചാച്ചിയാണ്. അവരൊന്ന് പരിചയപ്പെടുന്നത് ചാച്ചിന്ന് ആർക്ക് ചോദിച്ചാലും അറിയും. ഇവരെൻ്റെ അടുത്ത് പറയുന്നത് പോലീസിൽ പരാതി. പോലീസ് നിങ്ങളെ അടിച്ച പരാതി എടുത്തു. അതേസമയം നിങ്ങളെ ബ്ലാക്ക്മെയിൽ ചെയ്ത പരാതി പോലീസ് എടുത്തിട്ടില്ല. വെറും ജാമ്യം കിട്ടുന്ന വ്യവസ്ഥയുള്ള പരാതിയാണ് പോലീസ് എടുത്തിട്ടുള്ളത്. ഓൺലി 5 മിനിറ്റ് 5 മിനിറ്റ് ഉണ്ടായി. ട്രോളിക്കോ നേരം വെളുക്കുന്നവരെ ട്രോളിക്കാൻ പറയും. ഞാൻ കറക്റ്റ് തിരുവനന്തപുരം എത്തണം. അതുകൊണ്ട് ട്രെയിനിലാണ്. നമസ്കാരം. കഴിഞ്ഞ ദിവസം കാസർഗോഡ് ജില്ലയിലെ പൂച്ചക്കാട് പ്രദേശത്ത് ഒരു ബേക്കറിക്ക് മുമ്പിലായി 3 യുവാക്കൾ എത്തുന്നു. യുവാക്കളുടെ ബാഗിലുണ്ടായിരുന്ന കത്തിയെടുത്ത് വീശുകയും പ്രദേശത്തെ ഭീതി പരത്തുകയും ഇവർ ചെയ്തു. തുടർന്ന് നാട്ടുകാർ സംഘടിച്ചപ്പോൾ ഇവർ പ്രദേശത്ത് നിന്ന് രക്ഷപ്പെടുകയും കാഞ്ഞങ്ങാട് റെയിൽവേ സ്റ്റേഷനിലെത്തുകയും ചെയ്തു. നാട്ടുകാർ നൽകിയ നിർദ്ദേശത്തെ തുടർന്ന് ഹോസ്ദുർഗ പോലീസ് കാഞ്ഞങ്ങാട് റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഇവരെ കസ്റ്റഡിയിലെടുക്കുന്നു. പോലീസ് സ്റ്റേഷനിലെത്തിയപ്പോൾ ആംസ് ആക്ട് പ്രകാരം കേസെടുക്കാനുള്ള വകുപ്പ് ഇവരുടെ കയ്യിലുണ്ടായിരുന്ന കത്തിയിലില്ല. അതായത് 9 ഇഞ്ച് നീളവും 4 ഇഞ്ച് വീതിയും ഉണ്ടെങ്കിൽ മാത്രമേ ആംസ് ആക്ട് പ്രകാരം ഒരു കേസെടുക്കാൻ സാധിക്കൂ എന്നാണ് പോലീസ് പറയുന്നത്. തുടർന്ന് 151 പ്രകാരം കേസെടുത്ത് ഇവരെ പോലീസ് സ്റ്റേഷനിൽ നിന്നും 10-20 മിനിറ്റിനകത്ത് പറഞ്ഞു വിടുകയും ചെയ്തു. ട്രെയിനിലെത്തിയ ഇവർ തങ്ങൾ തറവാട്ടിലേക്ക് പോയി ഒന്ന് കയറി വന്നു, 5 മിനിറ്റ് മാത്രമേ ഞങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ എന്ന് അഹങ്കാരം നിറഞ്ഞ സെൽഫിയും പുറത്തുവിട്ടു. ആദ്യം ആ ദൃശ്യങ്ങൾ കാണാം, അത് കഴിഞ്ഞ് മറ്റൊരു കഥയിലേക്ക് പോകാം. ഓൺലി 5 മിനിറ്റ് 5 മിനിറ്റ് ഉണ്ടായി. ട്രോളിക്കോ നേരം വെളുക്കുന്നവരെ ട്രോളിക്കാൻ പറയും. ഞാൻ കറക്റ്റ് തിരുവനന്തപുരം എത്തണം. അതുകൊണ്ട് ട്രെയിനിലാണ്. സമയം ലേറ്റ് ആകും. അർജന്റ് ഒരു കാര്യമുണ്ട്. ലോക്കലിൽ ഇടപെടേണ്ട സമയമല്ല. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് തെറിക്കുന്നത്. 5 മിനിറ്റ് ഉണ്ടായി തറവാട്ടില്. ട്രോളാൻ പറയും. നേരം വെളുക്കുന്നവരെ ട്രോളിക്കോ എൻജോയ് ആക്കാൻ പറയും. ട്രോളാക്കിയിട്ട് ഇപ്പോൾ നിങ്ങൾ കേട്ട ഈ വാർത്ത ഇനി വരാൻ പോകുന്ന ഒരു വാർത്തയുമായി വലിയ ബന്ധമുള്ളതാണ്. ആ വാർത്തയുമായി ബന്ധപ്പെട്ട ഒരു അഭിമുഖമാണ് നിങ്ങളുടെ മുന്നിലേക്ക് ഞങ്ങൾ എത്തിക്കുന്നത്. നമസ്കാരം. മനസ്സ് മരവിപ്പിക്കുന്ന അങ്ങേയറ്റം പൈശാചികമായ വീടതിക്രമിച്ച് കയറി ഒരു മാതാവിനെയും ഒരു നാട്ടിലെ ഒരു സാധാരണക്കാരനായ കച്ചവടക്കാരനെയും അങ്ങേയറ്റം ഹീനമായ രീതിയിൽ ആക്രമിക്കുകയും അവരെ നിർബന്ധപൂർവം നഗ്നമാക്കുകയും അത് വീഡിയോ ചിത്രീകരിക്കുകയും പണത്തിനായി ഭീഷണിപ്പെടുത്തുകയും മർദ്ദിക്കുകയും ചെയ്ത വാർത്തയാണ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത്. ഈ ഹീനകരമായ കുറ്റകൃത്യത്തിന് വിധേയമായ 3 പേരും ഇന്ന് നമ്മോടൊപ്പമുണ്ട്. ആദ്യം ഇരയായ മാതാവിനോട് തന്നെ വിവരങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാം. 12-ാം തീയതി രാത്രി 9:30 മണിക്ക് നിങ്ങളുടെ വീട്ടിലുണ്ടായ ഒരിക്കലും മറക്കാൻ സാധിക്കാത്ത, ഒരിക്കലും പൊറുക്കാൻ സാധിക്കാത്ത ഒരു സംഭവം, നിങ്ങളുടെ ജീവിതത്തെ വല്ലാതെ ബാധിച്ച ഒരു സംഭവം എന്താണെന്ന് പറയാൻ പറ്റുമോ? അതായത് ഞാനും എൻ്റെ മോളും ഞാനും എൻ്റെ മോളാണ് ആ വീട്ടിലന്ന് ഉണ്ടായിന്. അപ്പോൾ ഞാൻ എൻ്റെ മക്കളില്ലാത്തതുകൊണ്ട് ഞാനിങ്ങനെ വേറെ കടയായിട്ട് ഇങ്ങനെ സാധനം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ആൺമക്കൾ പുറത്താന്നുള്ളത്. അപ്പോൾ അവർ എനിക്ക് ഹെൽപ്പിന് കിട്ടുന്നില്ല. അപ്പോൾ ഞാൻ ചില സമയത്ത് എനിക്ക് ഭയങ്കര ടയേർഡായ ടൈമെല്ലാം ഉണ്ടാകുന്നു. ആ ടൈമിൽ എനിക്ക് സാധനം വാങ്ങിക്കാനൊന്നും പറ്റുന്നില്ല. ഞാനൊരു സ്കൂളിൽ ജോലി ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ വരിയിൽ ഞങ്ങൾക്ക് അങ്ങനെ പെട്ടെന്ന് പോയിട്ട് വാങ്ങാനുള്ള ഒരു ഇത് ഉണ്ടാകുന്നില്ല ചില സമയത്ത്. അപ്പോൾ ഞാൻ എന്താക്കുന്നു, ഞാൻ വേറെ കടയിൽ നിന്ന് സാധനം, അതായത് ഡെലിവറി ചെയ്യുന്നത് കൊണ്ട് ഞാൻ ആ സാധനം കൊണ്ടുവരാൻ വേണ്ടി പറയുന്നുണ്ട് അതിന്. അങ്ങനെ അന്ന് ദിവസം ഞാൻ എൻ്റെ
വീട്ടിലേക്ക് ആവശ്യമുണ്ടായി, സാധനം ആവശ്യമുണ്ടായിന്. അപ്പൊ ഞാൻ എന്നും പറയുന്നു മോനിക്കും സുഖമില്ലാത്ത ഉണ്ടായിന്, എൻ്റെ മോനിക്ക് സുഖമില്ലാതെ ഉണ്ടായി. അന്ന് പിന്നെ അന്ന് രാവിലെ പിറ്റേ ദിവസം രാവിലെ മുമ്പത്തൊന്ന് രാത്രിയാണ് മോനിക്ക് കയ്യാണ്ടുണ്ടായത്. അപ്പോൾ മോനെ എന്നെ വിളിച്ചായിരുന്നു, ഞാൻ ആ ഫോൺ അറ്റൻഡ് ചെയ്തിട്ടാ. അതിന് രാവിലെ രാത്രി ഞാൻ കോൾ അറ്റൻഡ് ചെയ്യലില്ല, കൂടുതലും 9:30 10 മണിയാകുമ്പോൾ ഞാൻ സൈലൻ്റാക്കി ഞാൻ കിടന്നുറങ്ങും. അന്ന് ദിവസം രാവിലെ എൻ്റെ മോന് വിളിച്ച കോള് കാണുന്നത് ഞാൻ സ്കൂൾ ബസ്സിൽ കയറുന്ന ആ ടൈമിലാണ്. ആ ടൈമിൽ കയറുമ്പോഴേക്ക് എൻ്റെ മോൻ്റെ കോൾ കാണുമ്പോൾ ഞാൻ എൻ്റെ മോനെ തിരിച്ച് വിളിച്ചപ്പോൾ ചോദിച്ച് എന്ത് മോനെന്ന് ചോദിക്കും പറഞ്ഞ് ഉമ്മക്ക് നല്ലോണം കഴിയാണ്ടായിന്. രാത്രി 2:30 മണിക്ക് പിന്നെ എന്നെ ഹോസ്പിറ്റലിലേക്ക് ആംബുലൻസിൽ കൊണ്ടുപോയിനും. ഞാൻ ചോദിച്ചു എന്തായി മോനെ എന്ന് ചോദിക്കും പറഞ്ഞ് എന്തെന്നറിയില്ല, എന്നെ മെഡിക്കൽ കോളേജിൽ അവർ കൊണ്ടുവന്നിട്ട് ആക്കിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞു ചെക്കപ്പാക്ക്. കൊല്ലത്ത് ജോലി ചെയ്യുന്നതാണ് ഷോപ്പിൽ. അങ്ങനെ മോൻ എന്നോട് പറഞ്ഞ് എന്ത് മോനെ നീ അവിടുന്ന് ചെക്കപ്പാക്കി എന്തും ചോദിക്കാന്നിട്ട് നമുക്ക് നോക്കാന്ന് പറയുമ്പോൾ മോന് അന്ന് ആരൊന്നിച്ചിട്ടുണ്ട്, എൻ്റെ ചങ്ങായി ഉണ്ടുമ്മാന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ പറഞ്ഞു മോനോട് ടെൻഷൻ ആക്കണ്ട, നമുക്ക് അറിയാം എന്തെന്ന്. അങ്ങനെ ഓന് ചെക്കപ്പ് നടത്തിക്കൊണ്ടുണ്ട്. പിന്നെ ഞാൻ വിളിച്ചുകൊണ്ടുണ്ട് മോനിക്ക്. അപ്പം മോന് പിന്നെയും ഞാൻ ഒരു 3-4 മണി വരെ വെയിറ്റാക്കി. മോനിക്ക് അന്ന് ഇത് കിട്ടുമ്പോഴേക്ക് അതിൻ്റെ റിപ്പോർട്ട് കിട്ടുമ്പോൾ 4 മണിയായി. അന്ന് അതായത് 11-ാം തീയതിയാണ് രാത്രി. അങ്ങനെ പിറ്റേ ദിവസം 12-ാം തീയതി രാവിലെ 3 മണിക്കാണ് റിപ്പോർട്ട് കിട്ടുന്നത്. അപ്പോൾ എന്നോട് ഞാൻ മോൻ എന്നെ ഇങ്ങോട്ട് വിളിച്ചിട്ട് പറഞ്ഞു അത് പിന്നെ അതായത് കിഡ്നി സ്റ്റോൺ എന്ന് പറഞ്ഞു ഡോക്ടർ എന്ന്. അങ്ങനെ പറഞ്ഞിട്ടാകുമ്പോഴേക്ക് ഞാൻ പറഞ്ഞ് മരുന്ന് വാങ്ങിച്ചോ മോനെ, വേദനയ്ക്കുള്ള മരുന്ന് വാങ്ങിച്ചോ എന്ന് പറഞ്ഞു. അങ്ങനെ മരുന്നെല്ലാം അവർ കൊടുത്ത് പിന്നെ ഇത് ഓന് ഹോസ്പിറ്റലിൽ നിന്ന് എൻ്റെ റൂമിലേക്ക് വന്ന് ഞാൻ പറഞ്ഞ് വന്നിട്ടാകുമ്പോഴേക്ക് വീട്ടിലെത്തിയിട്ട് ഞാൻ ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് എത്തിയിട്ട് ഞാൻ പറഞ്ഞു മോനെ നീ ട്രെയിന് കയറിക്കോ ഇന്ന് അവിടെ നിൽക്കണ്ട, നീ കഴിയാത്തതുകൊണ്ട് ഉമ്മാക്ക് അങ്ങോട്ട് വരാനും പറ്റില്ല, നീ വന്നോന്ന് അറിഞ്ഞിട്ട് ഞാൻ മോനോട് ട്രെയിൻ ടിക്കറ്റ് ഞാൻ എന്നെ ഇതിലെടുപ്പിച്ച്. അതായത് സീസണിൻ്റെ ടൈമായിരുന്നു ഷോപ്പിൽ. ഞാൻ പറഞ്ഞ് നാട്ടിലേക്ക് വന്ന മോനെ ഇവിടെ നമുക്ക് ചികിത്സ. എന്നിട്ട് മോനെ അന്ന് ദിവസം വരാൻ വേണ്ടിയിട്ട് 9:30 മണിക്ക് ടിക്കറ്റ് എടുക്കുന്നു ഉമ്മാന്ന് പറഞ്ഞു. ഓക്കെ നീ പൈസ ഉണ്ട് ഉമ്മ. അങ്ങനെ ടിക്കറ്റ് എടുത്തിട്ട് ഓൻ ഇങ്ങോട്ടേക്ക് 9:30-ക്ക് ട്രെയിന് കയറി. ആടുന്ന് സാധനം കൊണ്ടുവരുന്ന ഓനോട് വിളിച്ചിട്ട് പറഞ്ഞ് പിന്നെ ഞങ്ങൾക്ക് 2 പൊണ്ടം വാങ്ങിയിട്ടായിട്ട് പിന്നെ വീട്ടിലേക്ക് എത്തിക്കണം, മോൻ ഇങ്ങനെ സുഖമില്ല, രാവിലെ ഓന് നാട്ടിലെത്തുമെന്നും പറഞ്ഞ്. എൻ്റെ മോളെ ഉപ്പ ഒഴിവാക്കിയിട്ട് 11 കൊല്ലമായി ദിവസമായിട്ട്. ആ ടൈമിൽ എൻ്റെ മോൾക്ക് പഠനം കൊടുത്ത +2 വരെ ഞാൻ എന്നെ പഠിപ്പിച്ച്. പിന്നെ എന്നോട് പറഞ്ഞ് വീട്ടിലായപ്പോൾ ഓക്ക് +2-ൽ കുറച്ച് മാർക്ക് കുറവുണ്ടായി. അന്നേരം എന്നോട് പറഞ്ഞ് ഞാൻ പഠിക്കുന്നു ഉമ്മ, ഞാൻ കോഴ്സ് എടുക്കും. ഞാൻ പറഞ്ഞ് കോഴ്സിന് നല്ല റേറ്റ് ഉണ്ട് മോളെ, ഉമ്മക്ക് ഇനി പഠിപ്പിക്കാൻ ആ വില എന്താ പറഞ്ഞാൽ ഞങ്ങൾക്ക് എൻ്റെ ഏജിൻ്റെ ഇത് വെച്ചിട്ട് ഞങ്ങൾക്ക് പണിയെടുക്കാൻ പറ്റുന്നില്ല, ടയർഡാന്ന്. ആ ടൈമിൽ ഞാൻ ഓളോട് പറഞ്ഞ് ഇത് ഞാൻ പഠിപ്പിക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല. അന്ന് ഓൾ പറഞ്ഞ് ഞാൻ പഠിക്കുന്നു, ഞാൻ പുരയിലിരിക്കില്ല, ഓൾക്ക് 18 വയസ്സായിട്ടാ. ഞാൻ എൻ്റെ ഏട്ടത്തിയോരോടെല്ലാം പറഞ്ഞ് എന്നെ കൊണ്ട് കഴിയാലോ ഓളെ പഠിപ്പിക്കും, ഓളെ ഇങ്ങനെ സമാധാനമൊക്കെ എടുത്ത് തന്നെ എന്ന് പറയുമ്പോൾ അവസാനം ഞാൻ ഇതേ ഓനോട് ഞാൻ പറഞ്ഞ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇങ്ങനെ ആരില്ലാത്ത ആൾക്ക് ഹെൽപ്പാക്കുന്നുണ്ട്, പഠനത്തിന് ആരെങ്കിലും ഹെൽപ്പാക്കുന്നുണ്ടെങ്കിൽ നീ ഒന്ന് അറിഞ്ഞിട്ട് എന്നോട് പറയണമെന്ന് പറഞ്ഞിട്ട് ഞാൻ ഇവനോട് ഞാൻ ഈ സാധനം കൊണ്ടുവന്നു അവനോട് തന്നെ പറഞ്ഞ്. പറയുമ്പോഴേക്കും ഓന് ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് പിന്നെ കുറച്ച് ഒരു മാസം 2-3 ആഴ്ച പിടിച്ചിന് ഓനോട് ഞാൻ പറഞ്ഞിട്ട് ഓന് അതിൻ്റെ റിസൾട്ട് തരുമ്പോൾ. അവസാനം ഓൻ എന്നോട് പറഞ്ഞ് ഞാനിങ്ങനെ ഒരാളോട് പറഞ്ഞിട്ടുണ്ട്, പക്ഷെ അവർ ഇങ്ങനെ പൈസ ഇങ്ങനെ ഇതാക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് അത് കൊണ്ടുതരാം ഉണ്ടെങ്കിൽ ചാരിറ്റിൻ്റെ പൈസ പറഞ്ഞിട്ടുണ്ട്, അവരെ ഹെൽപ്പാക്കാമെന്ന് പറഞ്ഞിന്. അപ്പോൾ അത് ഞാൻ കിട്ടിയ നമുക്ക് ഇതാക്കുമെന്ന് പറഞ്ഞ് കൈമാറുമെന്ന് പറഞ്ഞു. അങ്ങനെ ഓരെല്ലാം ചാരിറ്റിൻ്റെ ക്ലബിൻ്റെ ഇതായിട്ട് പിരിവ് അങ്ങനെ എന്തോ ആക്കിയിട്ടെന്തോ ആന്തോ നമുക്ക് അതറിയണ്ടില്ല. പക്ഷെ ഞാൻ ഇവൻ എന്നോട് പറഞ്ഞു ഓക്കെ നീ ടെൻഷൻ ആക്കണ്ട, നീ അഡ്മിഷൻ ആയിക്കോ. അങ്ങനെ ഓളേലെന്തോ ഞാനിങ്ങനെ ഒഴിവായ എന്തെങ്കിലും പൈസ ഓളെ കൈമ കൊടുത്ത് ഓളൊരു ബോക്സിൽ ഇതിട്ടിട്ടുണ്ടായിന്. പക്ഷെ അതിൽ ഓള് 3500 ഓൾ അതിലുണ്ടായിന്. അതിനെ ഓളെന്നെ പൊട്ടിച്ചിട്ട് എന്നോട് പറഞ്ഞു ഇത് ഞാൻ പോയിട്ട് അഡ്മിഷനാന്നുമ്മാന്ന്. അന്ന് എൻ്റെ 2000 എൻ്റെ കൈമ 1500 എൻ്റെ കയ്യിൽ കൂട്ടാനുണ്ടായിട്ട് അങ്ങനെ അതിന് 500 ഇങ്ങനെ പാറന്തിനോ എടുത്തിട്ടുണ്ടായി. എന്നിട്ട് 2000 കൂട്ടി ഞാൻ ഓളെ അഡ്മിഷനാക്കി. എന്നിട്ട് ഓള് പോയി സ്കൂളിൽ പിന്നെ പോകാൻ തുടങ്ങി. എന്നിട്ട് ആ പൈസ ഞാൻ പോയിനോട് വീണ്ടും ചോദിച്ചു എന്തായി മോളെ അഡ്മിഷനായി. അങ്ങനെ ചോദിക്കുമ്പോൾ പറഞ്ഞ് ശരിയാവും, അവരോട് പറഞ്ഞിട്ടുണ്ട്, ഇപ്പോൾ ഇത് എത്രയും പെട്ടെന്ന് എത്തിക്കാമെന്ന് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്, ടെൻഷൻ ആവണ്ട അങ്ങനെ പറഞ്ഞു. എന്നിട്ട് രാവിലെ ഞാൻ ഇങ്ങനെ പറയുമ്പോഴേക്കും ഓന്
അവരോട് പറഞ്ഞോരും ഇങ്ങനെ ഒരു അഡ്മിഷൻ ആക്കിന് മോളെ പിന്നെയും ഒരു പൈസ ചോദിക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ ഓരോ പറഞ്ഞോരും ഞങ്ങൾ തരാം സെറ്റായിട്ടുണ്ട്. അങ്ങനെ ഒരു 15,000 റുപ്യ ഒരു ഈ എല്ലാം സെറ്റാക്കിയിട്ട് ക്ലബിൻ്റെ വക ചാരിറ്റിൻ്റെ വക സെറ്റാക്കിയിട്ടായിട്ട് ഇവന്റെ കയ്യിൽ തന്നെ കൊടുത്ത് ഇവന്റെ കയ്യിൽ അന്ന് തന്നെ 12-ാം തീയതിയാണ് അത് സംഭവം. അന്ന് ഞാൻ ഈ മോനിക്ക് കഴിയാത്ത ഇതുമായി. അപ്പോൾ ഓൻ എന്നോട് പറഞ്ഞു കയ്യിൽ പൈസ കിട്ടിയിട്ടുണ്ട് ഞാൻ കൊണ്ടുതരാന്ന്. അത് ഓന് ആ ഇത് ഷോപ്പ് ക്ലോസ് ആക്കിയിട്ട് വരുന്ന ടൈമിൽ നമ്മളെ പെരക്കേക്ക് വന്ന് എന്നിട്ട് ഞങ്ങൾക്ക് കോളാക്കിന് ഈ പൈസയും തന്ന് കൊണ്ട് 15,000 റുപ്യ കൊണ്ടുവന്നിട്ട് പിന്നെ ഓന് വന്നിട്ടുണ്ട് കോളാക്കി വീട്ടിലുണ്ടായിന്. നല്ല സന്തോഷത്തിൽ ഞാൻ അതായത് ഞങ്ങൾക്ക് ക്ഷീണമായി ഞാൻ കടന്നിട്ടുണ്ടായിന്. ആ കടന്ന ടൈമിൽ എൻ്റെ മോളെ എന്താക്കി പിന്നെ അപ്പുറത്തെ റൂമിലാണ് മോള് ഇതാക്കുന്നത്. ഓള് എപ്പോഴും കുറേ സമയത്ത് ഓള് ആക്റ്റീവ് തന്നെ ഉണ്ടാകുന്നു. ഒരു 11-12 മണി വരെ ഉണ്ടാകുന്നു. ഉറങ്ങുന്നില്ല. ചില സമയത്ത് ഓള് പെട്ടെന്ന് ഉറങ്ങും. അങ്ങനെ ഞാൻ എറിഞ്ഞ് ഞങ്ങൾക്ക് കഴിയുന്നില്ല മോളെ ഞാൻ കിടക്കുന്ന എറിഞ്ഞ്. അങ്ങനെ ജോള് എന്താക്കി എൻ്റെ മകളെ നമ്പറും ഇവൻ്റെ കയ്യിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. എന്നെ കിട്ടാതെ അപ്പോൾ നീ ഓളെ വിളിച്ചോ. അതായത് സാധനം ഏൽപ്പിക്കും. ചിലപ്പോൾ ഓന് കൊടുത്തിട്ട് അവിടെ വെച്ചിട്ട് പകുതി വെച്ചിട്ട് പോകാൻ പറ്റില്ലല്ലോ. അപ്പോൾ ആ നമ്പറും ഞാൻ ഓനിക്ക് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ യോൻ എന്നെ കിട്ടാതെ ഇരിക്കുമ്പോഴേക്ക് യോന് വന്നിട്ട് മോളെ വിളിച്ചിട്ടായിട്ട് മോളോട് പറഞ്ഞാലും പിന്നെ ഉമ്മ ഉറങ്ങി കഴിയുന്നില്ല അറിയും. മോളെ എണിച്ചിട്ട് എന്താന്ന് ഇരിക്കുമ്പോൾ പൈസയും ഇത് ഉമ്മ അൾനീർന്നും പറഞ്ഞിനി. അങ്ങനെ അത് പൈസ ഇത് എന്ന് പറയുമ്പോൾ മോള് ആയി ഞാൻ വരാമെന്ന് പറഞ്ഞ് ഞാൻ ഓളോട് കാര്യം പറഞ്ഞിങ്ങനെ ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് ഇന്നാളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഡോറ് തുറന്ന് ഇവന് വിളിക്കുമ്പോൾ ഡോറ് തുറന്ന് പൈസയും വാങ്ങി ഈ ഇളനീർ മേങ്ങിയിട്ട് ഇങ്ങനെ ഫ്രണ്ടിൻ്റെ ഭാഗത്ത് തന്നെ വെച്ചിട്ടുണ്ട്. ഇളനീർ ആ വെച്ചെടുത്ത് തന്നെ രാവിലെ നോക്കുമ്പോൾ വെച്ചെടുത്ത് തന്നെ ഉണ്ട്. ഫ്രണ്ടിൽ ഇങ്ങനെ സൈഡ് വെച്ചിട്ടുണ്ട്. അന്നേരം ഞാൻ പിന്നെ കടന്നിട്ട് തന്നെ ഉണ്ട്. ആ കടന്നിട്ട് ജോള് പൈസയും വാങ്ങി കൈമയും വെച്ചിട്ട് പോകുന്നതെന്ന് പറഞ്ഞിട്ട് ഇവന് വണ്ടി എടുത്തിനിന്ന് ഇവർ പറയുന്നത്. വണ്ടി വന്നിട്ട് ഈ സാധനം കൊടുത്തിട്ട് വണ്ടി എടുത്തിനാന്ന് പറയുന്നത്. എടുക്കുന്ന സമയത്ത് വേറെ ആരോ 2 ആൾക്കാർ വന്നിട്ട് ഇവനെ അവിടുന്ന് പിടിച്ചിട്ട് അതൊന്നും നമുക്ക് സംഭവം അറിയുന്നില്ല. പിന്നെ അതായത് ഈ സംഭവം നടക്കുന്ന പറഞ്ഞാൽ ഞാൻ അറിയുന്ന ഒരു 1/2 മണിക്കൂർ 3/4 മണിക്കൂറോളം കഴിഞ്ഞിട്ടാണ് സംഭവം അറിയുന്നത്. അതായത് എൻ്റെ കിച്ചൻ്റെ ഡോറിന് നല്ല ഊക്കിലടിക്കുന്നുണ്ട്. ഗ്രിൽസ് നമ്മൾ ഫ്രണ്ടിൽ ഗ്രിൽസ് കൂട്ടും. മോള് ഗ്രിൽസ് കൂട്ടി ചാബി എടുത്തിട്ട് മോള് വന്ന് കിടക്കാൻ വേണ്ടി. അന്നേരം ഈ കിച്ചൻ്റെ ഡോറ് തട്ടുമ്പോൾ ഞങ്ങൾക്ക് ആകെ പേടിയായി. ഞാൻ എന്ത് പെട്ടെന്ന് ഞാൻ ലൈറ്റൊന്നും ഇട്ടിട്ടാ ഞാൻ എണിച്ചിട്ട് മൊബൈലും കൈമ പിടിച്ചിട്ട് ഞാൻ കിച്ചൻ്റെ അങ്ങോട്ട് ആരെയും ചോദിച്ച് ഡോറ് തുറന്നില്ല. ഞാൻ ആരെയെന്നറിയാതെ തുറക്കിയില്ല എന്ന് പറഞ്ഞു. പിന്നെയും ഡോറ് തട്ടിയിട്ടാകുമ്പോഴേക്ക് ഞാൻ ആരെയെന്ന് പറയാണ്ട് ഞാൻ ഡോർ ആരെയെന്ന് ഊക്ക് കൂടുമ്പോൾ ഞങ്ങൾക്ക് എൻ്റെ സൗണ്ട് കൂടി. ഞാൻ ആരെയെന്ന് നോക്കുമ്പോൾ ഞങ്ങൾക്ക് ആ സാധനം കൊണ്ടുവരുന്ന അയാളെ സൗണ്ടാണ് ഞങ്ങൾക്ക് കേൾക്കുന്നുള്ളത്. ഞാൻ ഡോറ് തുറക്കുന്നാന്ന് പറയുന്നത്. സാധനം കൊണ്ടുവരുന്ന അയാളെ സൗണ്ട് എനിക്ക് കേൾക്കുന്നുണ്ട്. ഞാൻ ഡോറ് തുറക്കുന്ന പറഞ്ഞു. അപ്പം ഞാൻ എന്തെന്ന് ചോദിച്ച് ഡോറ് തുറക്കുന്ന ടൈമിൽ വേറെ 2 ആളും കൂടി ജോനെ പിടിച്ചിട്ട് ഉള്ളിലേക്ക് ഇങ്ങനെ തള്ളുമ്പോൾ ഞാൻ ചോദിച്ചു എന്തെന്ന് ചോദിച്ചു. എന്ത് സംഭവം എന്ന് ചോദിക്കുമ്പോൾ സംഭവം എല്ലാം ഉണ്ട് നീ അകത്തേക്ക് കയറുമെന്ന് എന്നോട് പറഞ്ഞു. അങ്ങനെ അകത്തേക്ക് കയറുമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് ആകെ പറയൽ തുടങ്ങി. ഇവനെ ഞങ്ങൾക്ക് പരിചയമുണ്ട്. പരിചയമില്ലാത്ത 2 ആളെ ഞങ്ങൾക്ക് കാണുമ്പോൾ തന്നെ ഞാൻ പേടിച്ച് ഞാൻ ഇങ്ങനെ വറക്കാൻ തുടങ്ങി. ഞാൻ എന്ത് സംഭവം എന്ന് പറയാന്ന് പറയുമ്പോൾ സംഭവം എല്ലാം ഉണ്ട്. ഉള്ളിലിപ്പോൾ ഡോർ ഞാൻ എൻ്റെ മോളുണ്ടാടെ എന്ന് പറഞ്ഞു. ഞാൻ അപ്പാടെ അങ്ങനെ പറഞ്ഞു എൻ്റെ മോളുണ്ടാടെ എന്ന് പറഞ്ഞിട്ട് ഞാൻ എങ്ങനെ വറക്കുമ്പോഴേക്ക് റൂമിൽ കയറുമെന്ന് പറഞ്ഞ് റൂമിലേക്ക് തള്ളിയിട്ട് എന്നെ അവന് 2 ആളെയും തള്ളിയിട്ട് എന്നോട് പറഞ്ഞ് പിന്നെ എന്നോട് ഒന്നും പറയുന്നില്ല. പിന്നെ ഇതാരീന്ന് അറിയാം. ഞാൻ പറഞ്ഞ് സാധനം കൊണ്ട് തരുന്നു ഓനറിയാം നമുക്ക് ഞാൻ പറയുമ്പോൾ സാധനം കൊണ്ട് തരൂ. അതെയാന്ന് ചോദിച്ചു. ഞാൻ എന്നെ അറിയുമോന്ന് ചോദിച്ചു എന്നോട്. ഞാൻ പറഞ്ഞു ഞങ്ങൾക്കറിയാല ഞാൻ കണ്ടിട്ടേ നിങ്ങളെ ഈ മുഖം കണ്ടിട്ടാന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾക്കറിയാലെന്ന് അറിയുമ്പോഴേക്ക് അറിഞ്ഞ് പിന്നെ ഇവർ 2 ആൾ ഈ വന്നാൾ 2 ആൾ ഇവനെ ഇങ്ങനെ മറ നിർത്തുന്നുണ്ട്. എന്നെ ഇപ്പുറത്തെ സൈഡാക്കിന് ഇവർ പറന്ന് യോനോട് പറയുന്നു. പറ എന്ത് ഭാവേ ഞാനിങ്ങനെ ഇവരെ മുഖം നോക്കുന്നു. ഓറിങ്ങനെ യോനോട് അഡ്ഡെന്ന് ഇങ്ങനെ ആ സമയത്ത് ഫുള്ള് സീസറിൻ്റെ പുക റൂം ഫുള്ള് സീസറും വേറെ എന്തോ ഒരു സ്മെല്ലും. എനിക്കാണെങ്കിൽ ആ സ്മെല്ല് കേട്ടാൽ തന്നെ എൻ്റെ ഞാനല്ലാണ്ട് അവസ്ഥയിലായിപ്പോയി. അവസാനം ഞാൻ ഇങ്ങനെ വറക്കാൻ തുടങ്ങി. എൻ്റെ തൊണ്ടെല്ലാം പറ്റി ആ സമയത്ത് ഞങ്ങൾക്ക് വെള്ളം കിട്ടുന്നില്ല. എന്തെല്ലോ ആയി ഞങ്ങൾക്ക് വെള്ളം എന്തെല്ലോ ആന്ന് തൊണ്ട എന്തെല്ലാം അങ്ങനെ പറയുന്നുണ്ട് ഞാൻ.
പറഞ്ഞ് പിന്നെ മുണ്ടി അങ്ങ് കൊല്ലും. ലഹരി ഉപയോഗത്തിന് മണം സ്മെല്ല് എനിക്ക് പിടിക്കുന്നില്ല. ഈ സീസറും ഇതെല്ലാം എനിക്ക് എന്തെല്ലോ റൂമും ക്ലോസ് ആക്കിയിട്ടുണ്ടത്, ലോക്കിട്ടിന് പുറത്ത് ഇവരുള്ളെന്ന് നമ്മളെ ഉള്ളിലിട്ടിട്ട് റൂം, എൻ്റെ ബെഡ്റൂമും ഞാൻ കിടക്കുന്ന റൂമും ലോക്കിട്ടിന്. എനിക്ക് എന്താക്കാൻ പറ്റുന്നില്ല, സൗണ്ട് ആക്കാനും പറ്റുന്നില്ല, എന്തും പറ്റുന്നില്ല. എൻ്റെ സൗണ്ട് തൊണ്ട തന്നെ വരണ്ട് പോയി ആ ടൈമിൽ. സൗണ്ട് ആക്കാനോ ഞാൻ ഇങ്ങനെ വറക്കുന്നുണ്ട്. എന്നിട്ട് എന്നോട് മുണ്ടി എങ്കിൽ കൊല്ലൂന്ന് പറഞ്ഞു എന്നോട്. ഞാൻ മിണ്ടാതെ നിൽക്കുമ്പോൾ ഇപ്പം എന്നോട് പറഞ്ഞ് എന്നാ നീ ഡ്രസ്സ് തയ്ക്കുന്ന് പറഞ്ഞു. ഇവന് ഞങ്ങൾക്ക് എന്തോ ഇങ്ങനെ കേൾക്കുമ്പോൾ ഞാൻ എന്തെല്ലോ ആയി. ഞങ്ങൾക്ക് ഓനോട് എന്തോ പറയാനും പറ്റുന്നില്ല, നാവും പൊന്തുന്നില്ല. ഞാൻ ഇങ്ങനെ നിന്നിടത്ത് തന്നെ ഇനി ഓനോട് ഡ്രസ്സ് തയ്പ്പിച്ച് എന്നെ കൊണ്ട് മാക്സിനെ പിടിച്ച് വലിച്ചിട്ട് എന്നോട് അയക്കുന്ന. ഞാൻ പിടിച്ചിട്ട് അമ്മയും ഇങ്ങനെ കൈ വെച്ച് ഞാൻ എന്നിട്ട് എൻ്റെ കൈനെ തട്ടി മാറ്റി ഇവരെന്നെ ഇതാക്കിയിട്ട് ഒരാളോട് പറഞ്ഞ് ഇത് പിടിക്ക്. പിന്നെ പറഞ്ഞ് നീ ഫ്ലാഷ് അടിക്കുക, ലൈറ്റ് ഇട്ടിട്ടാ മൊബൈൽ ഫ്ലാഷ് അടിച്ചിട്ട് ഐഫോൺ എന്തോ അവരെ കയ്യിലുണ്ടായിനെ തോന്നുന്നു. അങ്ങനെ നമ്മളെ പുള്ളിനെ ചിത്രം എടുത്ത് വീഡിയോ എടുത്ത് ചിത്രം എടുത്തിട്ടായിട്ട് എനിക്ക് ആ പടം എന്തെല്ലോ ആയി. പിന്നെ എന്നോട് പറഞ്ഞു എൻ്റെ ഫോൺ നമ്പർ എത്രയാണ്. ഞാൻ ഫോൺ നമ്പർ കൊടുത്ത് ഇനി നമ്മളെ ഇത് ഫുള്ള് ഇവർ പിടിച്ചെടുത്ത്. ഞാൻ ഫോൺ നമ്പറിൽ എന്തില്ല, ഞാൻ ഫോൺ നമ്പർ കൊടുത്ത് എൻ്റെ നമ്പർ പറഞ്ഞു കൊടുക്കുമ്പോൾക്ക് അവർ ആ ഫോണിൽ ഇതാക്കി റിങ് ആക്കുമ്പോൾക്ക് ഫോൺ റിങ് ആയില്ല. ഞാൻ സൈലൻ്റ് ആക്കിയിട്ട് ഫോണ് അപ്പുറം വെച്ചിട്ടുണ്ടായി. കടന്നെടുത്തുനിന്നാണ് ഇത് സംഭവം. ഞാൻ കടന്നിന് മാറ്റുമ്പോൾ ഫോണ് ബെഡ്ഷീറ്റിൻ്റെ അടിക്കുന്നുണ്ട്. അവരെടുത്ത് ഫോണ് തരാം പിന്നെ നിറഞ്ഞിട്ട് ഇവരെന്താക്കുന്ന അതിൻ്റെ ഇടയിൽ എന്നെ കയറി പിടിക്കാൻ വരുന്ന ഒരാൾ കൈ കൊണ്ട് ഇതാക്കിക്കൊണ്ടും ഞാൻ വിടുന്നില്ല. ഞാൻ എൻ്റെ കൈ കൊണ്ട് ഇങ്ങനെ ഇതാക്കുന്നുണ്ട്. ഇവന് മുണ്ടാതെ നിൽക്കുന്ന് പറഞ്ഞിട്ട് എന്നെ ഇത് ബലത്തിൽ അവൻ എന്നെ ഇങ്ങനെ ഇതാക്കുന്നുണ്ട്. പക്ഷെ ഞാൻ വിട്ടിട്ട ഇങ്ങനെ ഇവനോട് ഞാൻ ജസ്റ്റ് എന്ത് ചോദിക്കുമ്പോൾ ഇവൻ എന്തും ഉണ്ടെന്ന് ഇവൻ അതിനേക്കാളും പറയല്ലോ ഇവനുണ്ട്. അവർക്ക് അങ്ങനത്തെ ഇതൊന്നും ഇല്ല, നല്ല ഒരാളാന്ന് ഈ പറയുന്ന വ്യക്തി. എൻ്റെ 1 മിനിറ്റ് ഞങ്ങൾ ഇപ്പം വരാന്ന് പറഞ്ഞ് ഇവനും കൂട്ടിയിട്ട് അവർ പുറത്ത് പോയിട്ടായിട്ട് പുറത്തുനിന്ന് എന്താക്കിയെന്നറിയില്ല. അന്ന് ഞാൻ വിചാരിച്ചു ഇത് ഈ ശല്യം ഒഴിവായാന്തോ. ഇവര് നിങ്ങളെ പൂർണ്ണമായി നിങ്ങളുടെ ഡ്രസ്സെല്ലാം വീഡിയോ എടുത്ത് ഫോട്ടോ എടുത്ത് നമ്പർ കരസ്ഥമാക്കി നിങ്ങളെ മൊബൈൽ എടുത്ത് ഇങ്ങനെ. ചിലർക്കെങ്കിലും ഈ മലയാളം മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. കാസർഗോഡ് തന്നതായ ഭാഷയിലാണ്. അതായത് ഒരു രത്ന ചുരുക്കം ഞാൻ പറയാം. അതായത് ഒരു കട ഉടമ, ആ കട ഉടമ ഡെലിവറി ഒക്കെ ചെയ്യാറുണ്ട്. ഈ സ്ത്രീയുടെ മകന് ചില വല്ലായ്മ ഉള്ളത് കൊണ്ട് കാരണം അവരുടെ ജോലി സ്ഥലത്തു നിന്ന് തൻ്റെ വീട്ടിലേക്ക് വരുന്നതായി അറിയിക്കുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവർ ഒരു സ്വകാര്യ സ്കൂളിൽ ജോലി ചെയ്യുന്ന ഒരു സ്ത്രീയാണ്. അതുകൊണ്ട് തന്നെ വൈകുന്നേരം ആയതുകൊണ്ട് കടയിൽ പോകാൻ സാധിച്ചില്ല. ഡെലിവറിക്കായി അവരുടെ 3 ഇളനീറിനും ആവശ്യപ്പെടുന്നു. അതേസമയത്ത് മകളുടെ പഠിപ്പിനാവശ്യമായ ചില സഹായം ആ പ്രദേശത്തെ ക്ലബ്ബ് നൽകാൻ മുന്നോട്ട് വന്നിരുന്ന സമയമാണ്. ഈ കാശും ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ തന്നെയാണ് ഉണ്ടായിരുന്നത്. ഈ കാശും 3 ഇളനീറുമായി വൈകുന്നേരം കട അടിച്ചതിന് ശേഷം ഇദ്ദേഹത്തിൻ്റെ വീട്ടിൽ കൊണ്ടുവയ്ക്കും. ആ സമയത്ത് പ്രസ്തുത സമയത്ത് സ്ത്രീ ഉറങ്ങുകയും ചെയ്യായിരുന്നു. ഇതോടെ മകൾ എത്തുകയും ഈ കാശ് സ്വീകരിക്കുകയും ചെയ്തു. ഇവർ തിരിച്ചു പോകുന്ന സമയത്ത് ഈ പറയുന്ന മനുഷ്യൻ, അതായത് കട ഉടമയെ 2 പേര് പിടിച്ച് ബന്ദിയാക്കുകയും തുടർന്ന് ഇവരുടെ വീട്ടിലേക്ക് തള്ളിക്കയറ്റുകയും തുടർന്ന് ഇവരെ ഭയപ്പെടുത്തി റൂമിൻ്റെ അകത്തേക്ക് തള്ളുകയും അവിടെ നിന്ന് ഇവരെ ഭീഷണിപ്പെടുത്തി നഗ്നമാക്കുകയും വീഡിയോ എടുക്കുകയും ചിത്രങ്ങൾ എടുക്കുകയും ഇവരെ ഫോൺ തട്ടിയെടുക്കുകയും ചെയ്തിട്ടുണ്ട്. 2 പേരാണ് ഇത് ചെയ്തിട്ടുള്ളത്. ഇതാണ് ഇതിൻ്റെ അല്ലേ? ഓക്കെ. എന്നിട്ട് ഇവരെന്തൊക്കെ നിങ്ങൾ ഫോൺ എടുത്തിട്ട് ഇവനും കൊണ്ട് ഇവർ പോയി എന്നോട് പറഞ്ഞ് ഞാൻ ഫോണ് തരാൻ വരും, പിന്നെ ഞങ്ങൾ വരും, വീണ്ടും വരും എന്ന് പറഞ്ഞ്. ആ വരുമ്പോക്ക് ഞാൻ പിന്നെ വീണ്ടും വരും എന്ന് പറഞ്ഞ് ഇവനും കൊണ്ടുപോയി. ഇതിനിടയിൽ ഈ മകൾ നിങ്ങളെ വീട്ടിലുണ്ടല്ലോ, അവൾക്ക് ഈ സംഭവം എല്ലാം അറിയുന്നില്ലേ? മോൾക്കറിഞ്ഞ് സൗണ്ട് കേട്ട് മോള് പറയുന്നുണ്ട് എന്തോ സീസറിന്റെ സ്മെല്ല് നമുക്ക് വന്നിനിന്ന് പറഞ്ഞിട്ട് മോള് കാണിച്ചിട്ട് വന്നിട്ടായിട്ട് എന്ത് സംഭവം. ഇപ്പൊ ഓളെ നേരത്തെ പോകുമ്പോ ഓള് തട്ടി മാറ്റിയിട്ട് വീണ്ടും റൂമിന്റെ ഉള്ളിലേക്ക് ഓടി. ഉമ്മ വിവരങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ സംഭവം വളരെ ഗുരുതരമാണ്, പൈശാചികമാണ്, നടക്കാൻ പാടില്ലാത്തൊരു സംഭവമാണ് തൻ്റെ വീട്ടിൽ നടന്നത്. അപ്പോൾ ആ സംഭവം നടക്കുന്ന സമയത്ത് മോള് ആ വീട്ടിലുണ്ടായിരുന്നു. ഈ ശബ്ദങ്ങളൊക്കെ കേട്ടിരുന്നോ? എന്തായിരുന്നു അന്ന് കേട്ടത്? എന്തായിരുന്നു മോളെ അനുഭവം? അന്ന് ഞാൻ ഓണപരിപാടി കഴിഞ്ഞിട്ട് വന്നതായിരുന്നു. അതിനുശേഷം ഞാൻ കിടന്നിട്ടുണ്ടായിരുന്നു. വലിയ ശബ്ദം കേട്ടിട്ട് കാശ് കിട്ടിയ കാശ് കൊടുത്തോ? കാശ് ഫസ്റ്റ് കൊണ്ടു തന്നു, ഈ കടക്കാരൻ കൊണ്ടു തന്നു. അതിനുശേഷം ഞാൻ പോയി കാശിന്റെ കൂടെ ഒരു അതെന്റെ കഴിയാത്തോണ്ട് പൊണ്ടം സാധനം എല്ലാം നേരെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു.
അതും ഞാൻ ഉള്ളിൽ വെച്ചിട്ട് ഞാൻ കിടന്നു. അതിനുശേഷം പിന്നെ വന്നിട്ട് ഡോറിലേക്ക് നല്ല മുട്ടി. അത് ഉമ്മനോട് പറഞ്ഞതാണ്. ഇല്ല, അത് ഞാൻ കേൾക്കുന്നില്ല, കാരണം റൂമിന്റെ ഫാനിന്റെ ശബ്ദത്തിൽ നമുക്കത് കേട്ടിട്ടില്ല. അതിനുശേഷം ഞാൻ ഉള്ളിൽ തന്നെ ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ എണിച്ചിട്ടാകുമ്പോൾ ഞാൻ പോയിട്ടാകുമ്പോഴത്തേക്ക് ഞാൻ ഉമ്മൻ്റെ റൂമിൽ ലൈറ്റ് ഇട്ടിട്ടുണ്ട്. ഞാൻ ഡോർ മുട്ടിട്ടാകുമ്പോഴത്തേക്ക് തുറന്ന് ഒരൻ്റെ മേക്ക് വരുമ്പോൾ ഉമ്മനോട് പറഞ്ഞ് ഉള്ളിൽ പോകുന്ന പറഞ്ഞു. ഞാൻ ഉള്ളിലേക്ക് പോയിട്ട് ഡോർ അടിച്ച് നല്ല പെട്ടെന്ന് ഡോർ ഓപ്പൺ ആക്കുമ്പോൾ ഉമ്മൻ്റെ ഡോർ ഓപ്പൺ ആക്കുമ്പോഴത്തേക്ക് അകത്ത് അവരെ രണ്ടുപേരെ കണ്ടതാണ്. അപ്പൊ അതിന്റെ ഷോക്കിൽ ഞാനിങ്ങനെ നോക്കുമ്പോഴത്തേക്ക് എന്നോട് ഉമ്മ പറഞ്ഞു റൂമിൽ പോകുന്ന പറഞ്ഞു. ഞാൻ റൂമിൽ പോയിട്ട് പാലടിച്ച് അതിനുശേഷം കുറച്ച് കഴിയുമ്പോഴത്തേക്ക് തോന്നി. ഞാൻ അകത്ത് അംഗനവാടി ടീച്ചറിന്റെ നമ്പറൊക്കെ ഇതാക്കുന്നത്. എന്നിട്ട് അമ്മത്തേക്ക് ഉമ്മ വന്ന് ഇങ്ങനെ സംഭവം, എന്നോട് സംഭവം ഒക്കെ അറിയില്ല നേരെ, എന്നോട് സംഭവം ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് എന്നിട്ട് അമ്മത്തേക്ക് ഞാൻ അംഗനവാടി ടീച്ചറിനെ, അതിൻ്റെ ഒക്കെ വേറെ ആരും നെയ്ബേഴ്സിന്റെ നമ്പർ ഇല്ല, അംഗനവാടി ടീച്ചറിലേക്ക് വിളിച്ചിട്ട് ഉമ്മാൻ്റെ ഫോൺ കൊടുത്ത് ഞാൻ ഇങ്ങനെ പറഞ്ഞ സംഭവം ഉമ്മാൻ്റെ ഫോൺ കൊടുത്തിട്ട് ഉമ്മ സ്റ്റേഷനത്തെ നമ്പർ ചോദിച്ചു. എന്നിട്ട് നല്ല ഭയപ്പെട്ടു. കാരണം പോലീസ് കോൾ തന്നെ ഉണ്ടായിരുന്നു ഞങ്ങളോട് പേടിക്കണ്ട, ഞങ്ങളെ കുറച്ച് ആശ്വസിപ്പിച്ചോണ്ട് ഇപ്പൊ വരും ഞങ്ങൾ. ആ ടൈം നല്ല നല്ല പവറിൽ ജവനലിനും ബാദലിനും നല്ല ടപ്പായിട്ട് മുട്ടുന്നുണ്ടായിരുന്നു. ഞങ്ങൾ ആ കോളിലുണ്ടാവും. പിന്നെ ഇയാളെ കൊണ്ടാക്കിയിട്ട് തിരിച്ചു വന്നിട്ട് നല്ലവണ്ണം കഥക്കിന് മുട്ടുന്നുണ്ടായിരുന്നു. എന്നിട്ട് പിന്നെ പോലീസ് വരുമ്പോ ഞങ്ങളോട് പറഞ്ഞു ഇപ്പൊ പോലീസ് വരും. ഞങ്ങളെ കോള് ഹോൾഡ് ചെയ്തിട്ടാണുള്ള ഈ സംസാരിക്കുന്നത് മറ്റു പോലീസിനോട്. ഞങ്ങളെ കോളിൽ തന്നെ ഉണ്ടായിരുന്നു, പോലീസ് കോളിൽ തന്നെ ഉണ്ടായിരുന്നു. എന്നിട്ട് പിന്നെ വല്ലാത്തൊരു സംഭവമായി ജീവിതത്തിൽ മറക്കാൻ പറ്റില്ല, ഭയങ്കര ട്രാജഡി ആയി. ഇവരെ നേരത്തെ കണ്ടിരുന്നോ? ഈ രണ്ടുപേരെ കണ്ടിട്ടില്ല. അങ്ങനെ പ്രദേശത്തെ കടകുടമയാണ് താങ്കൾ അല്ലേ? നിങ്ങൾ സ്ഥിരമായി ഡെലിവറി നടത്താറുണ്ടോ? ഉണ്ട്, സ്ഥിരമായി ഡെലിവറി നടത്താറുണ്ട്. എല്ലാവർക്കും സാധനങ്ങളൊക്കെ എത്തിച്ചു കൊടുക്കുന്നുണ്ട്. കച്ചവടമൊക്കെ എങ്ങനെയുണ്ട് ഇപ്പോൾ? കച്ചവടം വളരെ മോശമാണ്. കച്ചവടത്തിൽ ഇപ്പോൾ ഡെലിവറി ഇല്ലെങ്കിൽ നമുക്ക് കച്ചവടം ഉണ്ടാവില്ല. ഡെലിവറി തന്നെയാണ് എല്ലാവരും ആവശ്യപ്പെടുന്നത്. അപ്പോൾ അന്ന് ഈ പറയുന്ന യുവതി നിങ്ങളോട് എന്താണ് ആവശ്യപ്പെട്ടത്? ഇത് മകന് വരുന്നുണ്ട്, അപ്പോൾ ഇങ്ങനെ ഒരു സ്റ്റോൺ ആയിട്ട് വരുന്നുണ്ട്, അപ്പോൾ നീ ഇളനീര് നിനക്ക് കിട്ടുമെന്ന് ചോദിച്ചു. ഇളനീര് കിട്ടുമെന്ന് ചോദിക്കുമ്പോൾ 7-7:30 മണി സമയത്താണ് ഇവർ കോൾ ചെയ്യുന്നത്. ആ സമയത്ത് കിട്ടാൻ ബുദ്ധിമുട്ടാണ്. അങ്ങനെ ഞാൻ മേൽപ്പറമ്പിൽ വന്ന് നോക്കുമ്പോൾ മേൽപ്പറമ്പിൽ പിന്നെ ഒരു കടയിൽ ഇളനീര് കിട്ടി. അത് വാങ്ങിയിട്ട് എന്ത് ചെയ്ത് ഞാൻ എൻ്റെ കടയിലേക്ക് തന്നെ പോയി. എൻ്റെ കടയിൽ കൊണ്ടുവച്ചത് ഞാൻ കട അടച്ചതിന് ശേഷമാണ് ഇവർക്ക് ഞാൻ എൻ്റെ വീട്ടിൽ പോകുന്നുണ്ടെങ്കിൽ അപ്പോൾ അത് അവിടെ എടുത്ത് കൊടുത്തിട്ട് അങ്ങനെ പോലും. അതിനായിട്ട് വേറെ ആ സമയത്തിലാണെങ്കിൽ ഇല്ലെങ്കിലാണെങ്കിൽ ആ ഭാഗത്തെല്ലാം ചിലപ്പോൾ ഉണ്ടാവും, നമുക്ക് ഡെലിവറി ഉണ്ടാവും, അതിൻ്റെ ഒന്നിച്ചിട്ട് അങ്ങനെ പോകും. എന്നിട്ട് ഇത് ഒരു 9:30 ഞാൻ കട പൂട്ടി. ആ പൂട്ടിയതിൻ്റെ ഇടയ്ക്ക് എന്ത് ചെയ്യുന്നുണ്ടെങ്കിൽ എടുക്കുന്ന സമയത്ത് നമ്മളെ ക്ലബിൻ്റെ ഭാരവാഹികൾ ബന്ധപ്പെട്ടാണ് നിങ്ങൾ ആവശ്യപ്പെട്ട ചാരിറ്റിൻ്റെ ഫണ്ട് അത് നിങ്ങളെ ഏൽപ്പിക്കുന്നുണ്ട്, നിങ്ങൾ അവരെ ഏൽപ്പിക്കണമെന്ന് പറഞ്ഞു. രണ്ടും ഒരേ ദിവസമായി. അപ്പം ഞാൻ അതെ, അതിന് ഞാൻ അവരപ്പം ക്ലബിന്റെ ആൾക്കാരോട് സംസാരിച്ചു, അവരും പറഞ്ഞ യാദർശികമായിട്ടാണ് കൊടുക്കുന്നത്. അതെ. അപ്പൊ എന്തുണ്ടെങ്കിൽ ഇത് ഇവരും പറഞ്ഞു എന്തായിരുന്നെങ്കിൽ നമുക്ക് ചാരിറ്റിയിൽ നിന്ന് കിട്ടുമ്പോൾ വേറെ ആരും അറിയാൻ പാടില്ല. അതായത് ഇവര് ഇല്ല, ക്ലബ് അറിയിച്ചിട്ടില്ല. അതുകൊണ്ടാണ് ക്ലബ് ഇത് ഞാൻ ഇങ്ങനെ വിഷയം പറഞ്ഞിട്ടാകുമ്പോൾ അതേപോലെ പേഴ്സണൽ ആയിട്ട് തന്നെ അതിന് ബന്ധപ്പെട്ട ആൾക്കാർ എനിക്ക് തരുന്നതും. അപ്പൊ ഞാൻ ആ സമയത്ത് അവരെ വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങൾ ആവശ്യപ്പെട്ട സംഖ്യ ഇത്ര എൻ്റെ കയ്യിൽ തന്നിട്ടുണ്ട്, അപ്പൊ അതിൻ്റെ ഒന്നിച്ചെന്ന് വരുമ്പോൾ ഞാൻ തരാം. അങ്ങനെയാണ് ഞാൻ ഈ 9:30 മണിക്ക് അവരെ വീട്ടിൽ പോകുന്നതും. വീടിൻ്റെ അവിടെ എത്തി അവരവിടെ നിന്ന് കയറുന്ന ഗേറ്റിൻ്റെ അവിടെ നിന്ന് ഞാൻ സൈക്കിൾ വെച്ച് അവിടെ നിന്ന് ഇവരെ വിളിച്ച് കിട്ടാത്തതുകൊണ്ട് മകളെ വിളിച്ചിട്ട് മകൾ ഫോൺ അറ്റൻഡ് ചെയ്ത് അവർ വന്നിട്ട് ഗ്രിൽസ് തുറന്ന് ഈ സാധനം ഇത് ഞാൻ കയ്യിൽ കൊടുത്ത് അവർ വാങ്ങിയിട്ട് പോയി. ഗ്രിൽസും കുട്ടി ഞാൻ ഇറങ്ങി വരുമ്പോൾ ഒരാൾ ഓടി വന്ന് പുറത്തുനിന്ന് ഓടി വന്നിട്ട് ചോദിച്ചു നീ എവിടത്തേക്കാണ്? ഞാൻ ഈ വീട്ടിലേക്ക്. എന്തിനാണ് എടുത്തേക്ക് വരുന്നത്? ഞാൻ അത് എന്നോട് പറയേണ്ട ആവശ്യമില്ല എനിക്ക്. അങ്ങനെ വന്നിട്ട് എന്നെ ഹെൽമെറ്റോട് അടിച്ച് എൻ്റെ ചുണ്ടെല്ലാം അങ്ങനെ ഒരു 1/2 മണിക്കൂറോളം സ്റ്റിച്ചിട്ടിട്ടുണ്ട്. 1/2 മണിക്കൂറോളം ഇവര് എന്നെ അവിടെ വട്ടം കറക്കി എന്നുണ്ടെങ്കിൽ അവരെ വണ്ടിയുണ്ട്, താർന്നൊരു ഒരു വണ്ടിയുണ്ട്. ആ വണ്ടിയിലിട്ട് വണ്ടിയിലില്ലാത്ത സാധനങ്ങളില്ല. അത്
ഇത് ചുവന്ന ബോട്ടിൽ, അതായത് ബീറിന്റെ കുപ്പിയെന്ന് തോന്നുന്നു. പിന്നെ എന്തെല്ലോ ഇത് വെള്ളം മഞ്ഞ് അങ്ങനത്തെ എന്തെല്ലോ പൊടികൾ. ഇങ്ങനെ അങ്ങനെ അരമണിക്കൂർ കഴിഞ്ഞിട്ട് വീണ്ടും വിളിക്കുന്നുണ്ട്. അങ്ങനെയാണ് എന്താക്കി ഞാനാണെങ്കിൽ ഈ ചോര ഒലിക്കുന്നുണ്ട്. വീണ്ടും കൊടുത്തു. എന്നിട്ട് പറഞ്ഞാൽ അവരെ വിളിക്കുക. എന്നിട്ട് ഫ്രണ്ടിലെ മുട്ടി, ജനലിനെ മുട്ടിച്ച് അവസാനം കിച്ചൻ്റെ ഡോറ് മുട്ടിട്ടാകുമ്പോഴാണ് ആരായിരുന്നു ചോദിക്കുമ്പോൾ എന്നോട് എന്നിട്ട് ഞാൻ പറഞ്ഞു ഞാനാണ്. അകത്തുനിന്ന് ആള് ചോദിക്കുമ്പോൾ ഞാനെന്താ അവർക്ക് ഇന്നാളെന്ന് പറഞ്ഞ് അങ്ങനെ ഡോറ് അവർ ഓപ്പൺ ചെയ്യുമ്പോൾ അങ്ങനെ എന്നെ അടക്കം പൊത്തി പിടിച്ചിട്ടാണ് അടക്കം അങ്ങനെ തള്ളിക്കൊണ്ടേ റൂമിനുള്ളിൽ. ഞാൻ എന്ത് ചോദിക്കുമ്പം ഇവരിത് കാണുമ്പോൾ അങ്ങനെ പകച്ച് നിൽക്കുന്നു. എന്താന്ന് റൂമിൽ കുറ്റി ഇട്ടിട്ട് ഇവർ ചാവി അടക്കം ഇവർ എടുത്തിന്. ഫോണ് പിടിച്ചു വെച്ചിന്. ഫോണ് നേരത്തെ പിടിച്ചു വെച്ചിന്, എൻ്റെ ഫോണോ. എന്നിട്ടാണ് ആയിരുന്നു പല നിലക്കും നമ്മളെ ദ്രോഹിച്ചു. റൂമിലിട്ട് നിങ്ങളെ നഗ്നമാക്കാൻ ആവശ്യപ്പെട്ടല്ലേ? നിങ്ങൾ ഓരോന്ന് അറിഞ്ഞു. ഞാൻ ഒരു നിലക്കും വിട്ടു കൊടുത്തില്ല. പയ്യെ പേടിച്ച് രണ്ടാളും കൂടി പേടിച്ചിട്ടായിട്ട് വലിച്ചിതാക്കിയതാണ്. നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ ഇത് നാണക്കേടായി തോന്നി തുടങ്ങി? നാണക്കേട് അന്നേ എന്നിട്ട് ഞാൻ അവര് പിറ്റേന്നാൾ വന്നിട്ടായിരുന്നു ജനങ്ങളെ പറ്റി. അല്ലല്ല, അവിടെ തന്നെ വിട്ടു. അവിടെ നിങ്ങൾ ഫുള്ള് വസ്ത്രം മാറ്റിച്ചു, എന്നിട്ട് അവരെ കൊണ്ട് മാറ്റിപ്പിച്ച് എന്നിട്ട് അവർ വീഡിയോ എടുത്തിട്ടെല്ലാം കഴിഞ്ഞിട്ടായിട്ട് പിന്നെ വെച്ചപ്പാട് വെക്കുമ്പോഴാണ് ഡോർ ഇവർ തുറക്കുന്നത്. പുറത്തേക്ക് തുറന്നിട്ട് എന്നെ വലിച്ചിട്ട് കൊണ്ടുപോയി. പോകുന്ന പോക്കിനാണ് ഇവരെ ഫോണ് എടുത്തത്. സ്ത്രീയുടെ ഫോണും കൂടി എടുത്തിട്ട് അത് ഞാനുള്ളിരിക്കുക അവരോട് പറഞ്ഞ് നിങ്ങൾ ജനൽ തുറന്നേക്ക്, നിങ്ങൾ ഫോൺ ഇപ്പോൾ തിരിച്ചു വരും, ജനൽ തുറന്ന് വെക്കണം, ഫോൺ തിരിച്ചു വരും. അങ്ങനെയാണ് എന്നെ പുറത്ത് ഇവർ പുറത്തിടുന്നത്. രണ്ടാമതാണ് ഇവർ പോയത്. പിന്നെ ആരൊക്കെയാണെന്ന് നിങ്ങൾക്ക് അറിയാം? ആരും തന്നെ ആ നാട്ട്. എന്നിട്ട് ആരും പറയുന്നത് എന്നോട് എന്നെ അറിയുമെന്ന് എനിക്ക്, ഞാൻ ഇന്നാളാണ്. പിന്നെ ഇബു എന്നാണ്, ഇബു എന്ന് അറിയുന്ന ആള്. ഞാൻ നിനക്ക് എന്നെ കണ്ടിരുന്നു. ഞാൻ പറഞ്ഞു എനിക്ക് നിങ്ങളെ രണ്ടാളും ലഹരി എന്നല്ലെങ്കിൽ വരെ നമുക്ക് അടുത്ത് പോകാൻ പറ്റില്ല. പിന്നെ അവന്റെ ചാച്ചി എന്നാണ്. അവൻ പറഞ്ഞു എൻ്റെ പേര് ചാച്ചിയാണ്. അവരൊന്ന് പരിചയപ്പെടുന്നത് ചാച്ചിന്ന് ആർക്ക് ചോദിച്ചാലും അറിയും. ഇവരെൻ്റെ അടുത്ത് പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് ആ സമയത്ത് പോലീസിലൊന്നും പോകാനൊരു മനസ്സ് വന്നില്ല? ഇല്ല, അത് ഭീഷണി കൊണ്ടാണ് ഞാൻ പോകാത്തത്. പേടിയാണ്? പേടി. ഇവരെ ഭീഷണിയും പേടിയും കൊണ്ടാണ്. എവിടെയെങ്കിലും തട്ടിക്കളഞ്ഞാൽ തീർന്നു. അതെ. പിന്നെ എങ്ങനെയാണ് ഈ പോലീസിലേക്ക് വിഷയങ്ങൾ കൈമാറുന്നത്? നിങ്ങൾ പണം ചോദിച്ച് നിങ്ങൾ ഭീഷണിപ്പെടുത്താൻ തുടങ്ങി അല്ലേ? വേറൊരാള് എനിക്ക് വോയിസ് മെസ്സേജ് അയച്ചു. അതാരാണ്? അത് ആ വാട്സപ്പിൽ കാണിക്കുന്നത് മമ്മൂണു എന്ന് പറഞ്ഞിട്ടാണ് കാണിക്കുന്നത്. വാട്സപ്പ് നമ്പറിൽ അവന്റെ പേരാണ് മമ്മൂണു. നേരിട്ടപ്പോ കടയ്ക്ക് വന്നിട്ടുണ്ട്? കടയിലേക്ക് വന്നിന് 2-3 പ്രാവശ്യം. മുടിയുള്ള വ്യക്തിയാണ്. കടയിൽ 2-3 പ്രാവശ്യം വന്നിന്. കടയിൽ വന്നിട്ട് പറഞ്ഞ് ഇത് ഞങ്ങൾ ആവശ്യപ്പെട്ടത് തന്നില്ലെങ്കിൽ ജീവിക്കാൻ വിടൂല. ഓക്കെ, ഇവരുടെ ഭീഷണി സന്ദേശം കൂടി ഒന്ന് കേൾക്കുക. ഈ ആൾക്കെതിരെ നടത്തുന്ന ഭീഷണി സന്ദേശം കൂടി കേൾക്കുക. നീ ആളെ ചുറ്റിയാനാക്കുന്ന 2-3 ദിവസമായി. ഈ കൊട്ടന്മാരൊന്നല്ല, അതിന് വേറെ ആളെ നോക്ക്. ആ നഗ്നമായ രംഗമില്ല, രാവിലെ 8 മണിക്ക് ലൈവ് എല്ലാം മേൽപ്പുറമെല്ലാം കണ്ടിട്ടായിട്ട് ബാക്കി നമുക്ക് മുണ്ടാം. انت مشكل كبير حبيبي صغير ما في كبير بكره انت معلوم بكره صبح 7-9 انت والله ما ഇല്ല എനിക്ക് ബുദ്ധിമുട്ട്. രാവിലെ 8 മണി വരെ ടൈം. അതിന് മുന്നൊക്കെ എന്തെങ്കിലും മോനെ വിളിക്കുന്ന മമ്മൂണ് ഫോൺ എടുത്തിട്ട് 8 മണിയാകുമ്പോൾക്ക് ഫുള്ള് കുന്നൽ ഗ്രൂപ്പ് മേൽപ്പുറം എല്ലാം വൈറലാവും. നൻക സീൻ ഉണ്ടല്ലോ, എല്ലാം എല്ലാം ലൈവായും. അപ്പൊ മോനെ എടുത്ത ഫോണ് വേണ്ട പോലെ ചെയ്തോ, ഇല്ല എനിക്ക് ബുദ്ധിമുട്ട്. രാവിലെ 8 മണി വരെ ടൈം. അതിന് മുന്നൊക്കെ എന്തെങ്കിലും ചെയ്തെങ്കിൽ നിനക്ക് നല്ലത്. പരാതിയായിട്ട് പോയി. അത് ഈ പരാതി പറയാൻ കാരണം ഇവര് വോയിസ് ഇട്ട് എനിക്ക്, ഈ മമ്മൂണ് എന്ന് പറയുന്നവന് വോയിസ് ഇട്ട്. അതായത് ഞാൻ ഇത് നാളെ രാവിലെ 8 മണിയാകുമ്പോഴത്തേക്ക് ഇതിനൊരു തീരുമാനം കണ്ടില്ലെങ്കിൽ ഞങ്ങൾ കുന്നിൽ ഫ്രണ്ട്സ് അങ്ങനത്തെ വാട്സപ്പ് ഗ്രൂപ്പിൽ പറഞ്ഞ് ആ ഗ്രൂപ്പിലെല്ലാം ഞങ്ങൾ സ്പ്രെഡ് ചെയ്യും. എനിക്ക് ജീവിക്കാൻ കഴിയാത്ത വിധത്തിൽ ഞങ്ങൾ ചെയ്യും എന്നെല്ലാം പറഞ്ഞിട്ട് എനിക്ക് ഭീഷണി മെസ്സേജ് അയച്ചു. പോലീസിൽ പരാതി? പോലീസ് നിങ്ങളെ അടിച്ച പരാതി എടുത്തു. അതേസമയം നിങ്ങളെ ബ്ലാക്ക്മെയിൽ ചെയ്ത പരാതി പോലീസ് എടുത്തിട്ടില്ല. വെറും ജാമ്യം കിട്ടുന്ന വ്യവസ്ഥയുള്ള പരാതിയാണ് പോലീസ് എടുത്തിട്ടുള്ളത്. ഇത്രയും തെളിവുകൾ ഉണ്ടായിട്ടും എന്തുകൊണ്ട് മേൽപ്പറമ്പ് പോലീസിന് ഇദ്ദേഹത്തെ ഹണി ട്രാപ്പിൽ കൊടുക്കാൻ ശ്രമിച്ചതിനും അതുമാത്രമല്ല ബ്ലാക്ക്മെയിൽ ചെയ്യാൻ ശ്രമിച്ചതിനെതിരെ കേസെടുക്കാൻ സാധിച്ചില്ല എന്നുള്ളതൊരു ചോദ്യചിഹ്നമാണ്. ഇതുമായി ബന്ധപ്പെട്ട് ഉത്തരം പറയേണ്ടത് മേൽപ്പറമ്പ് പോലീസ് മാത്രമാണ്. കേസ് കൊടുത്തത് ഞാൻ ഇന്നലെ
നിങ്ങളും കൊടുത്ത ഇന്നലെയാണ്. ഇന്നലെയാണ്. അപ്പോൾ ജാമ്യം കിട്ടുന്ന വ്യവസ്ഥയിലാണ്. കാരണം ഇത്രയും ക്രൂരമായി അടിച്ചിട്ടുണ്ട്, ഇത്രയും ക്രൂരമായ തെളിവുകളുണ്ട്, അവരുടെ സംഭാഷണങ്ങളുണ്ട്. ഇതൊക്കെ പരിഗണിച്ച് നിങ്ങൾക്ക് ഏറ്റവും ഉചിതമായ ഒരു വകുപ്പുകൾ തന്നെ അതിൽ ചേർക്കാമായിരുന്നു. എന്തായാലും രണ്ടുപേരുടെയും പരാതി പോലീസ് സ്വീകരിച്ചു എന്ന് മനസ്സിലാക്കിയ പ്രതികൾ അന്ന് രാത്രി ഈ നാട്ടിൽ നിന്നും ഒളിച്ചു കടക്കാൻ തീരുമാനിക്കുന്നു. തുടർന്ന് ഇവർ 2 ബൈക്കുകളിലായി കാസർഗോഡ് KSDP അതായത് ചന്ദ്രഗിരി റോഡ് വഴി കാഞ്ഞങ്ങാട്ടേക്ക് സഞ്ചരിക്കുകയാണ്. കാഞ്ഞങ്ങാട് എത്തുന്നതിന് മുമ്പായി പൂച്ചക്കാട് എന്ന പ്രദേശത്ത് ഒരു ബേക്കറിക്ക് സമീപം ഇവർ വടിവാൾ ഉയർത്തിയ ഒരു ഭീകര അന്തരീക്ഷം സൃഷ്ടിക്കുന്നുണ്ട്. അതായത് നേരത്തെ പൂച്ചക്കാട്ടെ ചിലരുമായി ഒരു പള്ളിയുമായി ബന്ധപ്പെട്ട വിഷയമാണെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ആർക്കോ വേണ്ടി കൊട്ടേഷൻ ഏറ്റെടുത്തതിനാൽ ഇവർ പൂച്ചക്കാടെത്തി വടിവാൾ വീശി ഭീതി പരത്തുകയും ചെയ്തു. തുടർന്ന് ആ നാട്ടിലെ ആളുകൾ ഇതിനെതിരെ സംഘടിച്ചപ്പോൾ ഇവർ അവിടുന്ന് ഓടി കടന്നു കളയുകയും ചെയ്തു. പിന്നാലെ ഇവരെ പിടികൂടാനായി നാട്ടുകാർ പിന്നാലെ പോകുകയും ഇവർ കാഞ്ഞങ്ങാട് ഭാഗത്തേക്കാണ് സഞ്ചരിക്കുന്നതെന്ന് മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിൽ ഹോസ്ദുർഗ പോലീസിനെ വിവരം അറിയിക്കുകയും ചെയ്തു. തുടർന്ന് ഈ പ്രതികളെ കാഞ്ഞങ്ങാട് റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഹോസ്ദുർഗ പോലീസ് പിടികൂടുകയും ചെയ്തു. ഇവരുടെ ബാഗ് പരിശോധിച്ചപ്പോൾ കത്തിയും കണ്ടെത്തി. തുടർന്ന് ഈ 3 പ്രതികളെയും പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റുന്നു. കത്തി പരിശോധിച്ചപ്പോൾ ആംസ് ആക്ട് പ്രകാരം കേസെടുക്കാനുള്ള വകുപ്പ് ആ കത്തിയിൽ ഉണ്ടായിരുന്നില്ല. അതായത് ഒരു കത്തിക്ക് കേസെടുക്കണമെങ്കിൽ 9 ഇഞ്ച് നീളവും 4 ഇഞ്ച് വീതിയുമുള്ള കത്തിയായിരിക്കണം ആംസ് ആക്ട് പ്രകാരം കേസെടുക്കണമെങ്കിൽ. പക്ഷേ ആ കത്തി അല്പം ചെറുതായതിനാൽ ആംസ് ആക്ട് പ്രകാരം കേസെടുത്തില്ല. പകരം സംശയ സാഹചര്യത്തിൽ കാണപ്പെടുന്ന ആളുകൾക്കെതിരെ ഉപയോഗിക്കുന്ന 151 എന്ന വകുപ്പ് പ്രയോഗിക്കുകയും ഇവരെ 5 മിനിറ്റ് കൊണ്ട് തന്നെ അല്ലെങ്കിൽ 10 മിനിറ്റ് കൊണ്ട് തന്നെ പോലീസ് സ്റ്റേഷനിൽ നിന്നും വിട്ടയക്കുകയും ചെയ്തു. എന്നാൽ ഈ പ്രതികളുമായി ബന്ധപ്പെട്ട മറ്റ് കേസുകൾ ഉണ്ടോ എന്ന് അന്വേഷിക്കാനുള്ള ഒരു പ്രാഥമികമായ ഒരു അന്വേഷണ ബുദ്ധി ആ പോലീസുകാർക്ക് ഉണ്ടായില്ലേ എന്നുള്ളത് അത്ഭുതം തന്നെയാണ്. ഒരു സ്ത്രീക്ക് നേരെ വീട്ടിൽ അതിക്രമിച്ച് കയറി ഭീഷണിപ്പെടുത്തി നഗ്നമാക്കപ്പെട്ട് അവരെ ഹണി ട്രാപ്പിൽ കൊടുക്കുമെന്ന് ഭീഷണിപ്പെടുത്തി ഈ രീതിയിലുള്ള ക്രിമിനലുകളാണ് ഇവരെന്ന് ജനങ്ങൾ ഓർക്കണം. ഇവരൊരു നാടിന് തന്നെ ഭാരമാണ്. ലഹരിയിൽ അവരുപയോഗിക്കുന്ന താർ ജീപ്പിനകത്ത് ആ ജീപ്പ് പോലീസ് കണ്ടെത്തണം. അതിനകത്ത് ലഹരിയുടെ ഒരു കേന്ദ്രമായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. മദ്യം മുതൽ രാസലഹരി വരെ ആ ജീപ്പിനകത്തുണ്ടെന്ന് ഈ കട ഉടമ വ്യക്തമാക്കുന്നുണ്ട്. ഇതെല്ലാം കഴിഞ്ഞാണ് ഈ 3ാമത്തെ കക്ഷി, അദ്ദേഹത്തിന്റെ പേരെന്താണ് പറഞ്ഞത്, മമ്മണു. 3ാമത്തെ കക്ഷിയായ മമ്മണു രംഗത്തിറങ്ങുകയും കാശിനായി പ്രലോഭിപ്പിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തത്. ഈ ഒരു ദൃശ്യങ്ങൾ പുറത്തു വരാതെ നോക്കേണ്ടത് പോലീസിന്റെ ഉത്തരവാദിത്തമാണ്. കാരണം നിങ്ങളെ കയ്യിൽ കിട്ടിയ പ്രതിയാണ് നിങ്ങളെ പറ്റിച്ച് കടന്നു കളഞ്ഞിരിക്കുന്നത്. പാവപ്പെട്ട സ്ത്രീകളാണ്, ആരാരും തുണയില്ലാത്ത സ്ത്രീകളാണ്. താൻ സ്വരുക്കൂട്ടിയ 3500 രൂപയും നാട്ടിലെ ഈ ക്ലബ്ബ് സഹായിച്ച പണവും കൊണ്ട് എങ്ങനെയെങ്കിലും വിദ്യാഭ്യാസം നേടിയെടുക്കണമെന്ന് കരുതുന്ന ഒരു പെൺകുട്ടി താമസിക്കുന്ന വീട്ടിലാണ് ഈ അതിക്രമം നടന്നിരിക്കുന്നത്. ലാഘവം നിറഞ്ഞ ഒരു അന്വേഷണം പാടില്ല. പ്രതികളെ ഉടനടി പിടിച്ചേ മതിയാകൂ.